ഗുഡ് മോർണിംഗ് ഗൈസ്. പതിവ് പോലെ ഇന്ന് എണീറ്റു. എൻ്റെ ഭഗവാന്മാരെ വിളക്ക് വെച്ചു. ഇതാണ് എൻ്റെ കൊച്ചു പൂജാമുറി. തൊഴുതു പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് ഇനി നേരെ അടുക്കളയ്ക്ക് ചായ ഉണ്ടാക്കാനുള്ള പാല് തിളപ്പിക്കണം. ഇനി ബാക്കി ഇന്നത്തെ മെനു ഒക്കെ ഇടണം. അടദോശയും ചട്നി സാമ്പാറുമാണ്. അതിനുള്ള പ്രിപ്പറേഷൻ വേണം. ചായ ഉണ്ടാക്കണം. അപ്പോൾ ഇന്നത്തെ മോർണിംഗ് വ്ളോഗ് ഇത്രയേ ഉള്ളൂ. ഓക്കെ, ഗുഡ് മോർണിംഗ് ഗൈസ്. ഹലോ, ഗുഡ് മോർണിംഗ് ഗൈസ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ ഈ കൊച്ചു വ്ളോഗിലേക്ക് സ്വാഗതം. സെഷൻ അടദോശയ്ക്കുള്ള റെസിപ്പി അരച്ചു കഴിഞ്ഞു. ഞാനത് എടുത്തില്ല വീഡിയോ. അതായത് ഒരു ഗ്ലാസ് പച്ചരി, ഒരു ഗ്ലാസ് പുഴുങ്ങലരി, പിന്നെ ഒരു ഗ്ലാസ് തോരപ്പരിപ്പ്, പിന്നെ ഒരു ഗ്ലാസ് കടലപ്പരിപ്പ്, ഒരു ഗ്ലാസ് ചെറുപയർ പരിപ്പ്. ഈ മൂന്ന് പരിപ്പുകളും തനിയെ വെറും ചീഞ്ചട്ടിയിൽ ഒന്ന് വറുത്തെടുക്കാം. വറുത്തെടുത്തിട്ട് ഈ അരി വന്നിട്ട് വെള്ളത്തിലിട്ട് വയ്ക്കുക. അത് കഴിഞ്ഞിട്ട് അത് തനിയെ വെള്ളത്തിലിട്ട് ഒരു 3-4 തവണ കഴുകി മാറ്റിയിട്ട് വയ്ക്കുക. പിന്നെ അത് കഴുകിയെടുക്കാം. പിന്നെ ഈ 3 പരിപ്പുകളും പിന്നെ അതിൻ്റെ കൂടെ കായം, വറമുളക്, ഒരു 6 വറമുളക്, ജീരകം, പിന്നെ കുരുമുളക്, കറിവേപ്പില, ഇതെല്ലാം കൂടെ ചേർന്ന് കുതിർത്തി വെച്ച് ഒരു 3 മണിക്കൂർ ഇതൊക്കെ കൂടെ കുതിർത്തിയിട്ട് അരച്ചെടുക്കുക. എല്ലാം കൂടെ ചേർന്ന് ഒന്ന് അരച്ചെടുത്ത മാവാണ് ഇത്. അടദോശയ്ക്കുള്ള ചട്നിക്കൂട്ട്: തേങ്ങ, പച്ചമുളക്, കറിവേപ്പില, പിന്നെ ഒരു ചെറിയൊരു കഷ്ണം പുളി, ഒരു കഷ്ണം ഇഞ്ചി, ചെറിയ ഉള്ളി, കല്ലുപ്പ്. ഇത്രയും സാധനങ്ങൾ അരച്ച ഗട്ടി ചട്നി ആയിട്ടാണ് ഇത് അരയ്ക്കണത്. ഒരുപാട് വെള്ളമല്ല, ഒരുപാട് തിക്കും അല്ലാത്ത രീതിക്ക് നല്ല ക്രിസ്പി ആയിട്ടുള്ള മുരിഞ്ഞ അടദോശ, ഗട്ടി ചട്നി, സാമ്പാർ.